തൃശൂരിലെ UDF തോൽവിക്ക് പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട വിവാദവും കാരണമായെന്ന് KPCC സമിതി റിപ്പോർട്ട്. മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് പൂരം അലങ്കോലമാക്കിയതെന്ന് സമിതി അംഗമായ KC ജോസഫ് പ്രതികരിച്ചു. CPM BJP അന്തർധാര K മുരളീധരന്റെ പരാജയത്തിന് വഴിവെച്ചുവെന്ന് KPCC പ്രസിഡന്റ് K സുധാകരനും പറഞ്ഞു. റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ KPCC പുറത്തുവിട്ടു. K മുരളീധരന്റെ തോൽവിക്ക് കാരണം പൂരം വിവാദമല്ലെന്ന് KPCC ഉപസമിതി റിപ്പോർട്ട് നൽകിയെന്ന മാധ്യമ വാർത്തയെ തുടർന്നായിരുന്നു പാർട്ടിയുടെ വിശദീകരണം. തൃശൂരിലെ തോൽവി പഠിക്കാൻ KPCC നേതൃത്വം KC ജോസഫ്, T സിദ്ദിഖ്, R ചന്ദ്രശേഖരൻ എന്നിവരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ ഉപസമിതി സമർപ്പിച്ച റിപ്പോർട്ട് KPCCയുടെ പരിഗണനയിലാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ പാർട്ടി ഈ വിഷയത്തിന്മേൽ ചർച്ച നടത്തി ഉചിതമായ തീരുമാനങ്ങൾ സ്വീകരിക്കും. വാർത്തയിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങളല്ല ഉപസമിതി റിപ്പോർട്ടിലുള്ളത്. തൃശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിച്ചതിന് പിന്നിലെ യഥാർത്ഥ കാരണം CPMഉം BJPയും തമ്മിലുള്ള അന്തർധാരയാണ്. BJPയുടെ വിജയത്തിലേക്ക് നയിച്ചതിൽ പൂരം കലക്കിയതിന് നിർണായകമായ പങ്കാണുള്ളതെന്നും KPCC പ്രസിഡന്റ് വിശദീകരിച്ചു. പൂരം അലങ്കോലമായപ്പോൾ സുരേഷ് ഗോപിയുടെ രംഗപ്രവേശം BJPയെ തുണച്ചെന്ന് ഉപസമിതി അംഗമായ KC ജോസഫ് പറഞ്ഞു. ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുടെ ഭാഗമായാണ്. ഇടത് കേന്ദ്രങ്ങളിൽ പോലും സുരേഷ് ഗോപി ഒന്നാമതെത്തിയത് RSS CPM അന്തർധാരയുടെ തെളിവാണ്. ഈ അന്തർധാര മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. CPI സ്ഥാനാർത്ഥി സുനിൽകുമാറിന് ബലി നൽകി BJPയെ സഹായിക്കാൻ തീരുമാനിച്ചത് CPM ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ധാരണയുണ്ടാക്കി. പ്രചാരണത്തിലുടനീളം BJPയും സുരേഷ് ഗോപിയും വിമർശിക്കാതെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയായിരുന്നു CPM നേതാക്കൾ. കരുവന്നൂർ ബാങ്ക് കേസിലെ പ്രതികളെ സഹായിക്കാനുള്ള BJP നേതൃത്വത്തിന്റെ ഇടപെടൽ രഹസ്യബാന്ധവത്തിന് തെളിവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.